ഹലോ ഗായ്സ്, വെൽക്കം ടു ഹിസി ഗെയിമിങ്സ്. അപ്പം നമ്മൾ ഇന്ന് റോബ്ലോക്സ് ബ്രോസ് റൂട്ട് എപ്പിസോഡ് 3 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടിട്ട് വരിക. അപ്പം കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് 3 കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് ഇത് കുറച്ച് നാൾ ഓഫ്ലൈനിൽ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത സമയത്ത് എനിക്ക് 2 ഇത് കിട്ടിയിട്ടുണ്ട്, ബ്ലോക്സ് ഫ്രൂട്ട്. ഒരു ഫ്ലെയിം ഫ്രൂട്ടും ഒരു ബോം ഫ്രൂട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇന്ന് കഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഒന്ന് ലോഗി ടൈപ്പും മറ്റൊന്ന് സാധാ ടൈപ്പുമാണ്. അപ്പോൾ നമുക്ക് കത്താൻ എക്വിപ്പ് ചെയ്തേക്കാം. കട്ട്ലാസ് മാസ്റ്റർ 12ഉം നമുക്ക് ഇതെടുക്കാം ഗൈസ്. കട്ട്ലസ് എടുക്കാം. അപ്പം ഇത് നമുക്കിപ്പം തൽക്കാലം ഫ്ലെയിം ഫ്രൂട്ട് കഴിച്ചു വെക്കാം ഗൈസ്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലെയിം ഫ്രൂട്ട് കഴിക്കണം. അപ്പം ഇതിനകത്ത് ഏതാ നല്ലതെന്ന് നമുക്ക് കഴിച്ചിട്ടറിയാം. എനിക്ക് തോന്നുന്നത് ഫ്ലെയിം ഫ്രൂട്ടാണ് നല്ലതെന്ന്. പക്ഷേ ബോക്സ് ഫ്രൂട്ട് നല്ലതാണ്. ഫ്ലെയിം ഫ്രൂട്ടിനാകുമ്പോൾ അവേക്കനിങ് ഉണ്ടാവും ഗൈസ്. എനിക്കിത് ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഒരാൾ പുള്ളിക്കാരൻ തന്നെയാണ്. അപ്പം ആളത് കഴിച്ചിട്ടുണ്ട് ഗൈസ്. വലിയ കുഴപ്പമൊന്നുമില്ല. എന്താവും ഓടിക്കൊന്നും കാര്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇവിടെ വേറൊരുത്തനും കൊണ്ടുണ്ട് ഗൈസ്. അതിൻ്റെ ദാക്കു. ഓക്കെ, അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് വരാം. ഓക്കെ, തൽക്കാലം ഇവിടെ പോവാം. ഇവനൊന്ന് ചുമ്മാ അടിച്ചു നോക്കിയാലോ. പൊട്ടിത്തെറിക്കുന്നത് ഗൈസ്. നമുക്ക് ഇതെടുക്കുന്നില്ല ഗൈസ്. ഹെൽത്ത് എന്ന് പറയുന്നില്ല ഗൈസ്. അവന്ന് അതിനെ കൊന്നു കളഞ്ഞു ഗൈസ്. എക്സെപ്റ്റോ എന്താ അറിയില്ല ഗൈസ്. നമുക്ക് തൽക്കാലം ഈ ഫ്ലെയിം ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ഓണർ നമ്മൾ വൺ പീസിലുള്ളത് എയ്സാണ്. മങ്കിഡി എയ്സ്, മങ്കിഡി അല്ല, പോർട്ടുഗസ് ഡി എയ്സ്. ഇവിടെ ഒരുത്തണ്ട് ആ സാധനത്തിന് ബൗൺസ് ഫ്രൂട്ട് ഒന്നും കണ്ടില്ലേ. നമുക്ക് ചുമ്മാ ഒന്ന് എക്സ്ചേഞ്ച് അടിക്കണമെന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും എക്സ്ചേഞ്ച് അടിക്കില്ല, കാരണം എക്സ്ചേഞ്ച് നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ് ഗൈസ് നല്ലത്. അപ്പം എക്സ്ചേഞ്ച് അടിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ഡ്രോപ്പ് ആവൂലെന്ന് തോന്നുന്നു ഗൈസ്. എക്സ്ചേഞ്ച് അടിക്കണമെന്നൊന്ന് ചോദിച്ച് നോക്കിയാലോ. എക്സ്ചേഞ്ച് അടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് ഗൈസ് നഷ്ടം. കാരണം മറ്റേതൊരു പൊട്ട ഫ്രൂട്ടാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പം നോക്കാമല്ലോ. നമ്മുടെ സ്റ്റാറ്റ്സൊക്കെ കൂട്ടാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കൂടിയിട്ട് നമുക്ക് സ്റ്റാറ്റ്സൊക്കെ ഒന്ന് കൂട്ടി വെക്കണം. അപ്പം എക്ഷൻ അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്താ പറയാൻ നോക്കാമല്ലോ. ഗിവ് മീ എ ഫ്രൂട്ട്. നമുക്കിത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വെച്ച സാധനം ആയതുകൊണ്ട് എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഇത് ഡ്രോപ്പ് ചെയ്യാൻ ഫ്രൂട്ട് കാനോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഒന്ന് പുള്ളിക്കാരനോട് പറഞ്ഞേക്കാം കാനോട്ട് ഡ്രോപ്പ് എന്ന്. എന്നാലും അത് ശരിക്കും വർക്കാവേണ്ടതാണ്. ഡ്രോപ്പാക്കാൻ പറ്റില്ല ഗൈസ്. എന്നോട് എന്തായാലും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പറ്റില്ല, നമ്മളത് പ്രീവിയസ്ലി സ്റ്റോറിലാക്കിയതുകൊണ്ടാണ് പറ്റാത്തതെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം വേറൊരുത്തം പറന്നൊക്കെ വരുന്നുണ്ട് ഗൈസ്. അവർ രണ്ടൊരു അടിയാണോ? ഓ ഗൈസ്, ഫുൾ അടിയാണ് ഗൈസ്.
നമ്മളെ ചാക്കൊല്ല നമുക്കത്ര ലെവലായിട്ടില്ല, 18 ലെവലായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തീർത്ത് തന്നേനെ കൈസാരി. അപ്പം വൈറ്റ് ബീഡിൻ്റെ സാധനമൊക്കെ ഇട്ടിട്ട് ഓരോരുത്തരുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ അടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്താണ് അടി 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 ബ്ലോക്ക് ഫ്രൂട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. ഒരു മൊത്തം എന്താണ് അടിയാന്ന് തോന്നുന്നു. ഒരുത്തൻ വീട്ടിൽ ടെലപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നു, ഒരുത്തൻ ചത്ത്, രണ്ടുപേരും ഭയങ്കര അടി. പീപ്പിൾ വൺസ് ഒരു 50 ലെവലാവണം ട്രേഡ് ചെയ്യണമെന്നുണ്ട്, നമ്മളാകുമ്പോൾ 18. അപ്പം നമുക്കൊന്ന് വേറെ സ്ഥലത്തേക്ക് പോകാം. നമുക്ക് ഒരു ക്വിസ്റ്റ് എടുക്കാൻ നോക്കാം. ക്വിസ്റ്റ് എടുത്തിട്ട് അതൊക്കെ നോക്കി ക്വിസ്റ്റ് നോക്കി കേട്ടോ. മങ്കീസിനെ എടുക്കാം, എന്നിട്ട് ഒരു 6 മങ്കീസിനെ തോപ്പിച്ചതിന് ശേഷം തിരിച്ച് വരാം. മങ്കീസ് നമുക്ക് ഇവരുടെ ഒന്നും ഡാമേജ് എടുക്കുന്നില്ല ഗൈസ്, കണ്ടോ? നമ്മൾ ചുമ്മാ അങ്ങോട്ട് അടിച്ചിട്ടാൽ മതി, ഈസി പീസി. ഇതിപ്പം ഇതൊരുമാതിരി ഇപ്പം മറ്റേ എന്താ പറയുക, ഒരുത്തിന് മാത്രം പവർ കൂട്ടിയിട്ട് ഒരുത്തിന് മാത്രം പവർ കുറച്ചിട്ട് ഓവർ പവർ ആയതുകൊണ്ട് ഒരുമാതിരി ഇപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുണ്ട്. അവരുടെ നമ്മൾ എത്ര ഹിറ്റ് ആക്കിയാലും നമുക്കൊന്നും ഡാമേജ് ഒന്നും വരുന്നില്ല ഗൈസ്. കണ്ടോ, വെറുതെ നിൽക്കുകയാണ്, ഒരു ഡാമേജും ഇല്ല. ഐറ്റംസിൽ എന്തോ സാധനം വന്നിട്ടുണ്ട് തോന്നുന്നു. വന്നിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു, വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പം എല്ലാവരും വന്നിട്ട് ഞാൻ ഷൂ എന്ന് പറഞ്ഞിപ്പോൾ വരും. അത് നമ്മളെല്ലാവരും തിന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അവസാനത്തെ എണ്ണം, അങ്ങനെ കൊസ്റ്റ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗൊറില്ലാസ് അടുത്ത് നോക്കണം. ഗൊറില്ലാസിൻ്റെ അടുത്ത് പോയി നോക്കാം. അല്ല, അതിനാദ്യം ക്വസ്റ്റ് എടുക്കാം. ഗൊറില്ലാസ് അപ്പുറത്തെ ഐലൻഡിലുണ്ട്. കയറാൻ പറ്റുന്നില്ലല്ലോ. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കയറിയിട്ടുണ്ട് അവസാനം. അപ്പം ഇനി അവിടേക്ക് പോകാം, ഗൊറില്ലാസിൻ്റെ അടുത്തേക്ക് പോകാം. ഗൊറില്ലാസിൻ്റെ ക്വസ്റ്റിലേക്ക് പോകാൻ നമുക്ക്. ഗൊറില്ലാസ് അപ്പോൾ കൊടുത്തേക്കാം, നമുക്ക് 1200 കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഗൊറില്ലാസിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതാണ്ട് ഇപ്പോൾ വരാം. അപ്പോൾ ഗൈസ്, നമ്മളിനി ഗൊറില്ലാസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം ഗൊറില്ലാസ് അവിടെയാണ് എന്നാണ് നമുക്ക് അങ്ങോട്ട് പോകാം. ഗൊറില്ലാസിൻ്റെ അടുത്ത് പോകാം. അതൊന്ന് മുട്ടത്തോടെ എടുക്കുന്നത് തോന്നുന്നു, യെല്ലോ സ്റ്റാർബെറി. അപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്ത് അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ യെല്ലോ സ്റ്റാർബെറി എന്താ, നമുക്ക് ഈ ഗൊറില്ലാസിൻ്റെ വല്ല ഹിറ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല ഗൈസ്, ഗൊറില്ലാസിൻ്റെ കയ്യിൽ ഹിറ്റ് എടുക്കുന്നില്ല. ഗൊറില്ലാസിനെ നമ്മളെ തൊടാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഇതിപ്പം ചുമ്മാതെ സിമ്പിളായല്ലോ. ഇപ്പം നിങ്ങളെ ഞാൻ ഇത് നീട്ടി പിടിച്ച് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 8 വരെയും കൊന്നിട്ട് ഇപ്പോൾ വരാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ഗൊറില്ലയാണിത്. അപ്പം ഗൊറില്ലിനെയും കൂടെ നമുക്ക് തീർത്ത് കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. ഇതാണ് നമ്മുടെ ഫ്ലെയിം ഫ്രൂട്ടിൻ്റെ ഒരു പവർ. അപ്പം ഇങ്ങനെ നമ്മൾ ഇരുത്തി കൊന്നു. അപ്പോൾ നമ്മുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുമ്മാ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം, എൻ്റെ സ്കിൽസൊക്കെ. ഐറ്റംസ് ഈ യെല്ലോ സ്റ്റാർബെറി അത് കഴിക്കാൻ പറ്റില്ല ഗൈസ്. അതിൻ്റെ ഉപകാരം എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇട് ഗൈസ്. അപ്പം
അതിൻ്റെ ഉപകാരം എന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇത് കഴിക്കണം ഗൈസ്, ഇത് കഴിക്കാം. ഫ്ലെയിം ഫ്രൂട്ട് അത്യാവശ്യം കൊള്ളാം ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ബോം ഫ്രൂട്ട് കഴിച്ചു നോക്കാം. ബോം ഫ്രൂട്ട് അപ്പം ബോം ഫ്രൂട്ട് കഴിക്കാം. അപ്പം മറ്റേ ഫ്രൂട്ട് നമ്മൾ പോയിട്ടുണ്ട് ഗൈസ്, ഫ്ലെയിം ഫ്രൂട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഒന്നാമത്തെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഒന്നാമത്തെ ടാസ്ക്. ഇനി നമുക്ക് 2-3 ടാസ്ക് ഉണ്ട് ഗൈസ്. അല്ല, രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്, ഡിഫീറ്റ് ഗോറില്ലാസ്, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിപ്പ് വാങ്ങണം. അതായിരുന്നു നമ്മുടെ 3rd ഇത്. അപ്പം ഇത് വെച്ച് നമുക്ക് അടിക്കാൻ പറ്റിയ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാം. ഗൈസ്, ഇത് വെച്ചിട്ട് നമുക്ക് ഹെൽത്ത് പോകുന്നുണ്ട് ഗൈസ്. അയ്യോ, ഇത് വെച്ചിട്ട് ഹെൽത്ത് പോകുന്നുണ്ട് ഗൈസ്. അയ്യോ, പണി ഗൈസ്, അത് വെച്ചിട്ട് ഹെൽത്ത് പോകുന്നുണ്ട്. പക്ഷേ ലോഗിയ ഫ്രൂട്ട് ആകുമ്പോൾ ഹെൽത്ത് പോയില്ലായിരുന്നു, അത് കഴിച്ചാൽ മതിയായിരുന്നു. ഇത് വെച്ചിട്ട് ഹെൽത്ത് പോകുന്നുണ്ട് ഗൈസ്, പക്ഷേ ഡാമേജ് കൂടുതലെല്ലാം പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒന്ന് ട്രൈ ചെയ്യണമല്ലോ അത്, നോക്കാം. ഗൈസ്, ഡാമേജൊക്കെ ഉണ്ട്, വലിയ ഡാമേജ് ഇല്ല, എന്നിട്ടും ഡാമേജൊക്കെ ഉണ്ട്. മറ്റേ സ്മോക്ക് ഫ്രൂട്ടിൽ മറ്റേ സാധനം പോലെ അത് പൊന്തി പോകുന്ന സാധനം തെറിച്ച് പോകുന്നുണ്ട്. അപ്പം ഇതൊരുമാതിരി ആയിപ്പോയി. എനിക്കങ്ങോട്ട് ഈ ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇവരിപ്പോഴും അടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായി കൊടുക്കും, അടിയിട്ട് നടക്കുന്നു. ഓക്കെ, ശുഭം. നമ്മൾ വഴി കൂടെ പോയതാണ് ഗൈസ്, നമ്മൾ എന്തിനെ കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ഇനിയും മുന്നേറാൻ ആയിട്ട് കുറേ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് പോയിട്ടൊരു ഷിപ്പ് വാങ്ങാം, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ല. ഞാനിവിടുന്ന് 30 ലെവൽ വരെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൈസ ഉണ്ടാക്കണം, കുറച്ച് ലെവൽ ഉണ്ടാക്കണം, കുറച്ച് XP ഒക്കെ ഉണ്ടാക്കണം, എന്നിട്ടാണ് നമ്മൾ അടുത്തേക്ക് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ 4th മിഷനാണ് ഇന്നത്തെ. 4th അല്ല 3rd ആണ് തോന്നുന്നു. 3rd മിഷനാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. നമ്മുടെ ബോട്ടിലേക്ക് നമ്മൾ പോകുകയാണ്. ഇതെന്താ മറ്റേ സാധനത്തിലേക്കല്ല, ഇത് അപ്പുറത്ത് നോക്കുന്നത് വിടറോ. ഓക്കെ, അപ്പം നമ്മുടെ ഷിപ്പിലേക്ക് ഗൈസ് കയറി. അപ്പം നമ്മുടെ ഇന്ന് 3ാമത്തെ ടാസ്ക് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ യെല്ലോ സ്റ്റാർബെറി ഇല്ലേ, അതിൻ്റെ ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം വീണ്ടും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നമ്മൾ 11 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഇനിയും കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊരു 50-ന് മേളിൽ പോകണം ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.